പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. നമ്മൾ നമ്മുടെ സിലബസിലെ അവസാനത്തെ 2 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് പറയുന്നത്. അതിലൊന്ന് എന്താണ് ഡ്രഗ് ഡിറ്റോറിയറേഷൻ. ഒരു മരുന്നിന്റെ കഴിവുകൾ, മരുന്നിന്റെ പെർഫോമൻസ് പലപ്പോഴും കുറഞ്ഞു പോകും അല്ലെ. നമ്മൾ പറയാറില്ല ആ മരുന്ന് പണ്ട് കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖം മാറിയായിരുന്നു, ഇപ്പം പറ്റുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് നമ്മളെ നാട്ടിൻപുറത്തെ ആൾക്കാർ. യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കാറുണ്ട്. പല മരുന്നുകൾക്കും ഡിറ്റോറിയറേഷൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഇൻസ്റ്റെബിലിറ്റി ആണ്. അതായത് അതിന്റെ കഴിവ്, അതിന്റെ പൊട്ടൻഷ്യൽ ഇല്ലാതായി പോവുക എന്നുള്ളതാണ്. അല്ലെ, നമുക്കറിയാറ് നമ്മൾ നാട്ടിൻപുറത്ത് നമ്മൾ പറയേണ്ട കൾച്ചറൽ ഡിറ്റോറിയറേഷൻ, സാംസ്കാരികപരമായിട്ടുള്ള അപജയം എന്ന് പറയും അല്ലെ. പുതിയ കാലഘട്ടത്തിൽ ആളുകൾ പരസ്പരം സ്നേഹിക്കുന്നില്ല, ആളുകൾ പരസ്പരം ബഹുമാനിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലുള്ള ഡിറ്റോറിയറേഷൻ ആണ്. സോ വാട്ട് ഈസ് എ ടേം മീനിങ് ഡിറ്റോറിയറേഷൻ? ഇറ്റ് ഈസ് അപജയം. അപജയങ്ങളാണ്, അതായത് കുറയുന്നു, ക്വാളിറ്റി കുറയുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിന്റെ ഫങ്ഷണൽ മീനിങ്. ഇവിടെ നമ്മൾ ഡ്രഗുമായി ബന്ധപ്പെട്ട്, നമ്മുടെ മെഡിസിനുമായി ബന്ധപ്പെട്ട്, മെഡിസിനൽ പ്ലാന്റ്സിന്റെ ഫലപുഷ്ടതയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പറയുമ്പോൾ വീണ്ടും ഈ ടേം വളരെ ഇമ്പോർട്ടന്റ് ആവുന്നു. എന്താണ് ഡ്രഗ് ഡിറ്റോറിയറേഷൻ? വി ഹാവ് ടു സീ. ഞാൻ പറഞ്ഞു ഓൾറെഡി, ഇതിന്റെ പേര് ഡ്രഗ് ഇൻസ്റ്റെബിലിറ്റി എന്നാണ്. എന്താണ് ഇൻസ്റ്റെബിലിറ്റി? സ്റ്റേബിൾ അല്ലാതായി മാറുന്നു. Drug instability can be divided into 2 major types. They are physical degradation and chemical degradation. Degradation or deterioration രണ്ട് രീതിയിലാവും. ഒന്ന് ഫിസിക്കൽ പ്രസൻസിൽ അതിന്റെ ക്വാളിറ്റി കുറഞ്ഞു പോകുന്നു, മറ്റൊന്ന് അതിന്റെ കെമിക്കൽ കണ്ടന്റിന്റെ ബേസിൽ കുറഞ്ഞു പോകുന്നു. എന്താണ് ഫിസിക്കൽ ഡിഗ്രഡേഷൻ ഓർ ഡിറ്റോറിയറേഷൻ? വിച്ച് റിസൾട്ട് ഇൻ ടു ചേഞ്ച് ഓഫ് ഫിസിക്കൽ നേച്ചർ ഓഫ് ദ ഡ്രഗ്. ഒരു ഡ്രഗിന്റെ ഫിസിക്കൽ നേച്ചർ ചേഞ്ച് ആവാം. ചിലപ്പോൾ ഒരു മരുന്നാണെങ്കിൽ, ഗുളിക ആണെങ്കിൽ ആ ഗുളികയുടെ ഷേപ്പ് ചിലപ്പം വെള്ളത്തിന്റെ പ്രസൻസിൽ, ഈർപ്പത്തിന്റെ പ്രസൻസിൽ അത് എല്ലാം മാറിപ്പോവാം. ടൈപ്പ് ഓഫ് ഫിസിക്കൽ ഡിഗ്രഡേഷൻ ആർ ലോസ് ഓഫ് വോളറ്റൈൽ കോമ്പൗണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതിന്റെ വോളറ്റൈൽ കോമ്പൗണ്ട്, വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്, അത് കുറഞ്ഞു പോകുന്നു, ദെൻ നഷ്ടപ്പെട്ടു പോകുന്നു. ലോസ് ഓഫ് വാട്ടർ, വെള്ളം നഷ്ടപ്പെടുമ്പോഴും. ഇപ്പൊ നമ്മൾ പഴം നല്ല പഴുക്കുന്ന സമയത്ത് അത് ഇങ്ങനെ നല്ല തൊടുത്തു നിൽക്കും, പിന്നീട് അതിലെ വെള്ളത്തിന് നഷ്ടപ്പെട്ടുകൊണ്ട് അതിങ്ങനെ ചപ്പിപ്പോന്ന് പറയാറുണ്ട്. ലൈക്ക് വൈസ് വി ക്യാൻ സേ ദാറ്റ് ലോസ് ഓഫ് വാട്ടർ, അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ. ചിലപ്പോൾ വെള്ളം വലിച്ച് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിന്റെ ഷേപ്പ് മാറും. ക്രിസ്റ്റൽ ഗ്രോത്ത്, പോളിമോർഫിക് ചേഞ്ചസ്, കളർ ചേഞ്ചസ്. ഇതാണ് സാധാരണ നടക്കുന്ന ഡിറ്റോറിയറേഷന്റെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ, ഫിസിക്കൽ ഡിറ്റോറിയറേഷൻ. എന്താണ് ലോസ് ഓഫ് വോളറ്റൈൽ കോമ്പണന്റ്? Volatile components such as alcohol, ether, iodine, volatile oil, camphor, menthol, etc. escape from the formulation. അപ്പോൾ ഓരോ മെഡിസിൻ ഉണ്ടാക്കുമ്പോഴും ചിലപ്പോൾ ഒരു മെഡിസിന്റെ ഉള്ളിലുള്ള മരുന്നിന്റെ സ്മെല്ല്, അതൊക്കെ അതിന്റെ അരോമാറ്റിക് കണ്ടന്റ് ആണ്, അത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും പല കാരണങ്ങൾ കൊണ്ട്. എക്സാമ്പിൾ അരോമാറ്റിക് വാട്ടേഴ്സ്, നല്ല സ്മെല്ലുള്ള വെള്ളമാണ്. അപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ, ഒരു ദശമൂലാരിഷ്ടം സ്മെല്ല് ചെയ്യാണ്, നമുക്ക് മനസ്സിലാവും ദശമൂലാരിഷ്ടം. ആ സ്മെല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി പോയി എന്നുള്ളതാണ്. ദെൻ എലിക്സിയേഴ്സ്, അതിന് മറ്റു തരത്തിലുള്ള കണ്ടന്റ്. സ്പിരിറ്റ്, അതിൻ്റെ ഉള്ളിലുള്ള ആൽക്കഹോൾ കണ്ടന്റ്. സം ടൈപ്സ് ഓഫ് ടാബ്ലറ്റ്സ് വിച്ച് കണ്ടെയ്ൻ അരോമാറ്റിക് വാട്ടർ. നൈട്രോഗ്ലിസറിൻ ടാബ്ലറ്റ്സിനൊക്കെ അരോമ ഉണ്ടാവും, നല്ല സ്മെല്ല് ഉണ്ടാവും. അതിന്റെ എല്ലാം ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടും. ലോസ് ഓഫ് വാട്ടർ അല്ലേ, ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. ദ ടെൻഡൻസി ഡിപ്പെൻഡ്സ് അപ്പോൺ ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ഓഫ് സറൗണ്ടിങ് എൻവയോൺമെന്റ്. വെള്ളം നഷ്ടപ്പെട്ടു പോവാണ്. വെള്ളം നഷ്ടപ്പെട്ടു പോകുന്നതോടുകൂടി അതിന്റെ കംപ്ലീറ്റ് ക്വാളിറ്റിയും നഷ്ടപ്പെട്ടു പോകുന്നു. ദെൻ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ബൈലോ, അത് പ്യൂർലി ഒരു കെമിസ്ട്രിയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഡിറ്റോറിയറേഷൻ. ഒരു വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു മെഡിസിനിലുള്ള കണ്ടന്റ് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുടെ പേരാണ് ഡിറ്റോറിയറേഷൻ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ഹെമിക്റ്റന്റ്? ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, വാട്ട് ഈസ് ഹെമിക്റ്റന്റ്? is added to the previous dosage form which defined as hydrophilic substance added to aqueous phase to absorb water from atmosphere and prevent its loss from dosage form. Example glycerin. അപ്പോൾ നമ്മളിപ്പോൾ ചില മെഡിസിനിലോട് ഗ്ലിസറിൻ ആഡ് ചെയ്യും, അപ്പോൾ അതിന്റെ വെള്ളത്തിന്റെ പ്രസൻസ് കൂടും. അങ്ങനെ ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിന്റെ കണ്ടന്റിനെയാണ് ഹ്യൂമെക്റ്റന്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ദെൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, വെള്ളം വലിച്ചെടുക്കാം. Then അതുകൂടാതെ ക്രിസ്റ്റൽ ഗ്രോത്ത്. എന്താണ് ക്രിസ്റ്റൽ ഗ്രോത്ത്? In solution after supersaturation, crystal occurs. Reason may be the fall in temperature and consequent decrease in
solubility of solution. അപ്പം നമ്മൾ സൊല്യൂട്ടിന്റെ solubility സ്വാഭാവികമായിട്ടും solubility എന്ന് വെച്ചാൽ അത് ലയിക്കുന്നത് നഷ്ടപ്പെട്ടു പോകാം. അപ്പം അതൊക്കെ ഈ പറയുന്ന ഡിഗ്രഡേഷനുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പൊ ഡിഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മുഴുവൻ ക്വാളിറ്റിയും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുടെ പേരാണ് ഡിഗ്രഡേഷൻ. Then polymorphic changes. Polymorphic changes അതിന്റെ മോർഫോളജിക്കൽ ചേഞ്ചസ് ആണ്, അതിന്റെ ക്രിസ്റ്റൽ ചേഞ്ചുകൾ നഷ്ടപ്പെട്ടു പോകും. Then next one chemical degradation. എന്താണ് chemical degradation? അത് ഇതിന്റെ ഉള്ളിലുള്ള കെമിക്കൽസ് നഷ്ടപ്പെട്ടു പോകുന്നതാണ് chemical degradation. Change in the physical nature of the drug is also called chemical degradation. Chemical degradation of dosage form occurs through several pathways like hydrolysis, oxidation. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ എല്ലാ പ്രോസസ് വഴി അതിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ മാറിപ്പോകുന്ന അവസ്ഥയുടെ പേരാണ് കെമിക്കൽ ഡിഗ്രഡേഷൻ ഓർ കെമിക്കൽ ഡിറ്റോറിയേഷൻ. പ്രധാനമായിട്ടും ഹൈഡ്രോളിസിസ് ആണ്. വെള്ളം എന്താ പറയുക, വെള്ളം ഇറങ്ങിപ്പോവുക. ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ റിയാക്ഷൻ ഓഫ് കോമ്പൗണ്ട്സ് വിത്ത് വാട്ടർ. വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്ത് ഇപ്പൊ നമ്മൾ ഒരു ഈർപ്പുള്ള സ്ഥലത്ത് ഒരു മരുന്ന് വെക്കുകയാണെങ്കിൽ ആ മരുന്ന് മിക്കവാറും വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ മാറിപ്പോകും. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് കെമിക്കൽ ഡിഗ്രഡേഷൻ. അപ്പോൾ കെമിക്കൽ ഡിഗ്രഡേഷൻ നടക്കുന്നത് വെള്ളത്തിന്റെ പ്രസൻസിലാണ്. അപ്പൊ ഫിസിക്കൽ ഡിഗ്രഡേഷനിലുള്ള പല പ്രോസസ് വഴി തന്നെ കെമിക്കൽ ഡിഗ്രഡേഷൻ നടക്കും. എസ്റ്റർ ഹൈഡ്രോളിസിസ്, അമൈഡ് ഹൈഡ്രോളിസിസ്, ഇതെല്ലാം പ്യൂർ കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ചെയ്യുന്നില്ല. കെമിക്കൽ എസ്റ്റർ ഹൈഡ്രോളിസിസ് വെച്ചാൽ അസൈൽ ആസിഡ് ക്ലീവേജ്, അസൈൽ ഗ്രൂപ്പ്, അസറ്റൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കുറെ ഗ്രൂപ്പ് ഉണ്ട്. കെമിസ്ട്രി ആണ്. ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ആ പേര് മാത്രം ഓർത്തുക, എസ്റ്റർ ഹൈഡ്രോളിസിസ്. ദെൻ അമൈഡ് ഹൈഡ്രോളിസിസ്, അമൈഡ് ഗ്രൂപ്പിന് ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് മാറും. ദെൻ അയണിക് ഹൈഡ്രോളിസിസ്, മോളിക്കുലർ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കെമിക്കൽ കാര്യങ്ങളാണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. ജസ്റ്റ് നിങ്ങളോട് എന്താണ് ഡിറ്റോറിയേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് എ പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഇത് ഇല്ലാതാക്കാൻ പറ്റും? കൺട്രോൾ മെഷേഴ്സ് എന്താണ്? ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നമ്മൾ ഒഴിവാക്കപ്പെടുക? അവോയ്ഡിങ് കോണ്ടാക്ട് വിത്ത് മോയ്സ്ചർ അറ്റ് ടൈം ഓഫ് മാനുഫാക്ചർ. അല്ലെ, ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പരമാവധി കോണ്ടാക്ട് ഒഴിവാക്കുന്നു. പാക്കിംഗ് ഇൻ സ്യൂട്ടബിൾ മോയ്സ്ചർ റെസിസ്റ്റന്റ്, നല്ല പാക്കിംഗ് നടത്തണം. ലിക്വിഡ് ഡോസേജ് ഫോം സിൻസ് ഹൈഡ്രോളിസിസ് ആസിഡ് ബേസ്, ആസിഡും ബേസും പ്രോപ്പർ ആയിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. ഹൈഡ്രോളിസിസ് ഓഫ് സർട്ടൻ ഡ്രഗ്സ് സച്ച് ആസ് ബെൻസോയിൻ ആൻഡ് പൊക്കോയിൻ ക്യാൻ ബി ഡിക്രീസ്ഡ് ബൈ ദ കഫീൻ ടു ദ ഡ്രഗ് സൊല്യൂഷൻ. അപ്പൊ ഹൈഡ്രോളിസിസ് പലപ്പോഴും നമ്മൾ സംഭവിക്കുന്നത് കഫീൻ പോലെയുള്ള സൊല്യൂഷൻസ് ആഡ് ചെയ്യുമ്പോഴാണ്. അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഹൈഡ്രോളിസിസ് susceptible drugs such as penicillin and derivative can be prevented by formulating them in the dry powder for reconstitution. അതും വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഫൈൻ പൗഡർ ആക്കുന്നിടത്തുണ്ടാകുന്ന പ്രോബ്ലം. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ കുറച്ചും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഡ്രഗിന്റെ ഡിറ്റോറിയേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ എന്താണ് ഡ്രഗ് ഡിറ്റോറിയേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിനുള്ളിൽ ഓർപ്പിക്കേണ്ടത്, ഒരു മരുന്നിന്റെ ഫലപുഷ്ടത, മരുന്നിന്റെ യഥാർത്ഥ ഫലം ലഭിക്കാതിരിക്കുന്ന അവസ്ഥയുടെ പേരാണ് ഡ്രഗ് ഡിറ്റോറിയേഷൻ. ഓക്കെ, ഓക്സിഡേഷൻ, ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. നൗ അനദർ ഇമ്പോർട്ടന്റ് ടോപ്പിക് that we are going to discuss here is adulteration. സ്ഥിരമായിട്ട് പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ടോപ്പിക്കാണ് അഡൾട്രേഷൻ. എന്താണ് അഡൾട്രേഷൻ? Adulteration is a practice of substituting original crude drug partially or whole with other similar looking substance, but the later is either free from or inferior in chemical and therapeutic property. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നന്നാറി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ സർബത്ത് ഉണ്ടാക്കുന്നു. അപ്പൊ നാടൻ നന്നാരിക്ക് 1 കിലോ 300 രൂപയാണ്, ബോംബെ നന്നാരിക്ക് 1 കിലോ 150 രൂപയാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ നന്നാറി സർബത്ത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഈ പറയുന്ന ബോംബെ നന്നാറിയാണ്. അപ്പൊ ദാറ്റ് ഈസ് എ ആൾട്രേഷൻ. അപ്പൊ അഡൾട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കാര്യത്തിന് പകരം വേറൊന്നും ആഡ് ചെയ്യുന്നു. ഇപ്പൊ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിന് പകരം പാമോയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എൻ അഡൾട്രേഷൻ. സോ മരുന്നുണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബിസിനസ് സംബന്ധം വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ മരുന്നുണ്ടാക്കുന്നിടത്തൊക്കെ സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള അഡൾട്രേഷൻ ആണ്. സോ അഡൾട്രേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒറിജിനൽ വസ്തു ഉപയോഗിക്കുന്നതിന് പകരം ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉപയോഗിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് അഡൾട്രേഷൻ. Adulteration in simple words is the debasement of an article. Debasement, അതായത് ബേസ് തകർത്ത്. Adulteration is broadly defined as a add mixture or substituents of original or genuine article, drug with inferior
defective or otherwise useless or harmful substances. അപ്പോൾ പലപ്പോഴും ഈ പറയുന്ന സബ്സ്റ്റൻസ് ഹാംഫുൾ ആയിരിക്കും, ഇൻഫീരിയർ ആയിരിക്കും, ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത, അതേസമയം പേരിന് അതുണ്ടോന്ന് വെച്ചാൽ ഉണ്ട് എന്ന് പറയുന്ന, അപ്പൊ നമുക്ക് നാടൻ തക്കാളിയും ബോംബെ തക്കാളിയും ഉണ്ട്. നമ്മൾ നാടൻ തക്കാളിക്ക് വരും ബോംബെ തക്കാളി ഉപയോഗിക്കുകയാണെങ്കിലും തക്കാളി തന്നെയാണ്. ബട്ട് ദാറ്റ് ക്വാളിറ്റി ഈസ് കമ്പാരിറ്റീവ്ലി ലെസർ ദാൻ ദാറ്റ് ഓഫ് നാറ്റീവ് ടൊമാറ്റോ. നാടൻ തക്കാളിയേക്കാളും ക്വാളിറ്റി കുറഞ്ഞതായിരിക്കും എന്നുള്ളതാണ് കൺസെപ്റ്റ്. എന്താണ് അഡൾട്രന്റ്? The adulterant must be some material which in both cheap and available in fairly large amount. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കോട്ടക്കൽ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കോട്ടക്കൽ ആയുർവേദശാല നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മരുന്നിന്റെ സ്ഥാപനമാണ്. അതേപോലെ നമ്മുടെ നാട്ടിൽ വേറെ ഒരുപാട് നാടൻ സാധനം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അവിടൊക്കെ ഉപയോഗിക്കുന്നത് നാടൻ തുളസിക്ക് പകരം അവർ വേറെ ഇടുന്നുള്ള ഒരു അല്പം വേസ്റ്റ് ഉള്ള സ്ഥലത്ത് നിന്ന് വളരുന്നതായിരിക്കും, അല്ലെ മറ്റ് എന്താ പറയാ ക്വാളിറ്റി ഇല്ലാത്ത സോയില് വളരുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ പല സ്ഥലത്തുനിന്നും ഒരു പേരിന് ചേർക്കുന്ന പലതും ഉണ്ട് അല്ലേ. അപ്പൊ നമുക്കറിയാലോ എല്ലാ സ്ഥലത്തും ബിരിയാണിയാണ്. ബട്ട് ചില സ്ഥലങ്ങളിൽ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടും. അതിന്റെ അർത്ഥം അവിടെ അതിന്റെ ഒറിജിനൽ സാധനം യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റു സ്ഥലങ്ങളിൽ അത് കുറച്ചുകൂടി ക്വാളിറ്റി കുറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളത്. സോ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത്, അഡൾട്രേഷൻ എന്ന് പറയുന്നത് ഒരു സാധനത്തിന് പകരം, ഒറിജിനലിന് പകരം ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിക്കുന്നു. ഒരു ചൈന കൺസെപ്റ്റ് ആണ്. ചൈന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കുന്നംകുളം പ്രൊഡക്റ്റ് എന്ന് പറയും. കേരളത്തിലെ എല്ലാത്തിന്റെ ഒറിജിനലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുന്ന സ്ഥലമാണ് കുന്നംകുളം എന്ന് പറയും. അപ്പൊ ഇതേപോലെ തന്നെയാണ് ചൈന. എല്ലാത്തിനും ലോ ക്വാളിറ്റി സാധനത്തിൽ കിട്ടും. അപ്പൊ അതിന്റെ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ജപ്പാനാണ് ഒറിജിനൽ എന്ന് പറയാറുണ്ട്. ലൈക്ക് വൈസ് അപ്പൊ അഡൾട്രന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഏത് മെറ്റീരിയൽ ആണോ നമ്മൾ ഇതായിട്ട് ഉപയോഗിക്കുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്തൊക്കെ ടൈപ്പ് അഡൾട്രേഷൻ ഉള്ളത്? ഡെലിബറേറ്റ് എന്ന് വെച്ചാൽ ഇന്റൻഷണൽ ആണ്, അതായത് മനഃപൂർവ്വം അഡൾട്രേഷൻ ഉപയോഗിക്കുന്നത്. ആക്സിഡന്റൽ, ചിലപ്പം നമ്മൾ അറിയാതെ ഉപയോഗിച്ച് പോകാറുണ്ട്. ഇപ്പം ഒറിജിനൽ ആയിട്ട് നമ്മളൊരു സാധനം തളിപ്പറമ്പ് ടൗണിൽ വാങ്ങും, ഇത് ഒറിജിനലാണ്, നമുക്കറിയില്ല ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ളത്. ദാറ്റ് ഈസ് ആക്സിഡന്റൽ. Deliberate adulteration are normally commercial, mainly with the intention of enhancement of profits. അപ്പൊ സാധാരണ നാടൻ സർവത്തിന് ഞാൻ പറഞ്ഞു നന്നായിരിക്കും 300 രൂപയാണ്, മറ്റേ 150 ആണെങ്കിൽ 150 ഉപയോഗിച്ചാലും സർവത്ത് തന്നെയാണ്, അപ്പൊ ലാഭം കൂടും. അപ്പൊ നമ്മൾ പേര് നാടൻ സർവത്ത് എന്നായിരിക്കും, പക്ഷെ സംഭവം ബോംബെ നന്നായിരിക്കും ഉപയോഗിക്കുക. ഓക്കെ, അപ്പം നാടിന് പകരം ഫോറിനേഴ്സിന് ഉപയോഗിച്ചിട്ട് അതേ ലാഭം നമുക്ക് കിട്ടുമ്പോൾ ബിസിനസ് സംബന്ധമായിട്ട് ഒരുപാട് ലാഭങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഡെലിബറേറ്റ് ആയിട്ട് നടത്തുന്നതാണ് ഡെലിബറേറ്റ് അഡൾട്രേഷൻ. Then reason for adulteration. Then we can say accidental നമുക്കറിയാം വല്ലപ്പോഴും ആക്സിഡന്റൽ ആയിട്ട് സംഭവിക്കുന്നതാണ്. ഇനി റീസൺ ഫോർ എന്തിനാണ് അഡൾട്രേഷൻ നടത്തുന്നത്? സ്കേഴ്സിറ്റി ഓഫ് ദ ഡ്രഗ്. ദെൻ അതായത് ഡ്രഗിന്റെ അളവ് കുറയുമോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഉണ്ടാക്കാൻ പറ്റാത്ത സമയത്തും വേറെ സ്ഥലത്തു നിന്ന് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നിട്ടാണ് ഇത് ഉണ്ടാക്കുക. അത് ചിലപ്പോൾ നാടൻ നന്നാറില്ല എങ്കിൽ നമ്മൾ ബോംബെ നന്നാറി വാങ്ങുന്നത് എന്തുകൊണ്ടാണ്? പ്രൊഡക്ഷൻ അത്രയും ഡിമാൻഡാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അതിന് ഡിപ്പെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ദ ഹൈ പ്രൈസ് ഓഫ് ദ ഡ്രഗ് ഇൻ ദ മാർക്കറ്റ്. ഭയങ്കര റേറ്റ് ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുക മെഡിസിന്. അപ്പൊ ആ മെഡിസിന്റെ റേറ്റ് അതേ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി വേറെ സ്ഥലത്ത് നിന്ന് സാധനം കൊണ്ടുവന്ന് ഡ്യൂപ്ലിക്കേറ്റ് കയറ്റിയിട്ട് അതേ വിലക്ക് വിൽക്കുന്നു. ക്ലോവ്, സിനമൺ, ഇതൊക്കെ ഭയങ്കര വിലയുള്ള സാധനമാണ്. ഇത് നമ്മുടെ നാട്ടിലാണ് ഏറ്റവും വില കൂടുതൽ. ഇതേ വില കുറഞ്ഞ സാധനം വേറെ സ്ഥലത്ത് കിട്ടും. ഇറ്റ് ഈസ് വെരി കോമൺ വിത്ത് ദ കൺട്രാബാൻഡ് ഡ്രഗ്സ്, എക്സാമ്പിൾ ഓപ്പിയം. അപ്പൊ ഓപ്പിയം പോലത്തെ മരുന്ന് പലപ്പോഴും ഇത് ഭയങ്കര കോസ്റ്റ്ലി ആണ്. അപ്പൊ ഇതേ ക്വാളിറ്റിയിൽ കീപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആൾക്കാർക്ക് വേണ്ടത് ഓപ്പിയം ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഓപ്പിയത്തിന്റെ വേറെ സാധനം കൊണ്ടുവന്നിട്ട് വിൽപ്പന നടത്തുന്നു. ദ ടേം അഡൾട്രേഷൻ, debasement of an article, covers a number of conditions which may deliberate or accidental. അപ്പൊ എപ്പോഴും നമ്മൾ അഡൾട്രേഷൻ ഒന്നുകിൽ ഡെലിബറേറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ആക്സിഡന്റൽ ആയിട്ടായിരിക്കും നടത്തുന്നത്. ഇൻഫീരിയോറിറ്റി. എന്താണ് ഇൻഫീരിയോറിറ്റി? ഇസ് എ നാച്ചുറൽ സബ്സ്റ്റാൻഡേർഡ് കണ്ടീഷൻ, എക്സാമ്പിൾ വേർ a crop taken whose natural condition is below the minimum standard for that particular drug, which can be avoided by more careful section of the plant material. അപ്പൊ നമ്മളെപ്പോഴും നമ്മൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ മരുന്നുമായി ബന്ധപ്പെട്ടാണ്, മെഡിസിനിലാണ് അഡൾട്രേഷൻ പറയുന്നത്. സാധാരണ ഒരു വെജിറ്റബിൾ ഡ്രഗ് ക്വാളിറ്റി ഉള്ള ഒരു സാധനത്തിന് പകരം ലോ ക്വാളിറ്റി ഉള്ള ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ട് വെജിറ്റബിൾ ഡ്രഗ് ഉണ്ടാക്കാറുണ്ട്. ആ ഉണ്ടാക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് അഡൾട്രേഷൻ. അപ്പൊ നമ്മളോട് ചോദിച്ചാൽ അഡൾട്രേഷൻ എന്താ വെച്ചാൽ നമുക്കൊരു മിനിമം ധാരണ ഉണ്ടാവണം. അഡൾട്രേഷൻ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കുറയ്ക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അത് പല തരത്തിലും ബിസിനസ് സംബന്ധമായിട്ട് ആൾക്കാരെ ചെയ്യുന്നതാണ്. മെഡിസിനിലാണ് ഏറ്റവും കൂടുതൽ അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചില മരുന്ന് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് വേറെ അസുഖം പോലും ഉണ്ടാവുന്നത്. സോ റിമെമ്പർ, അഡൾട്രേഷൻ മേക്കിംഗ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം ഇൻ ഹെൽത്ത് ആസ് വെൽ ആസ് ദ ലൈഫ് കണ്ടീഷൻ ഓഫ് എ ഹ്യൂമൻ ബീങ്.
അപ്പൊ ഇത്രയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് സിലബസ്